ഹലോ ഫ്രണ്ട്സ്, അസ്സാം വലൈക്കും. എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു ഞാൻ വിശ്വസിക്കുന്നു. ഇന്ന് നമ്മളുടെ ചാനലിലെ ഫസ്റ്റ് എപ്പിസോഡ് സ്റ്റാർട്ട് ചെയ്യുകയാണ്. ഞാനിപ്പോൾ നിൽക്കുന്ന സ്പോട്ട് നമ്മുടെ പെരിയാറിൻ്റെ സൈഡാണ്. നമുക്ക് എല്ലാവർക്കും അറിയാം, വൈപ്പിനിലോട്ടും കൊച്ചിയിലോട്ടും മെയിനായിട്ട് കുടിവെള്ളം യൂട്ടിലൈസ് ചെയ്യുന്നത് ഈ റിവറിൽ. ഇന്ന് നമ്മളുടെ ചാനലിലെ ഫസ്റ്റ് വീഡിയോ ആയതുകൊണ്ട് തന്നെ ഇന്ന് നമ്മളൊരു യൂണീക്ക് ഡിഷാണ് നിങ്ങൾക്ക് വേണ്ടി പ്രിപ്പയർ ചെയ്യാൻ പോകുന്നത്. സോ നമ്മളിന്ന് പ്രിപ്പയർ ചെയ്യാൻ പോകുന്നത് നമ്മൾ കൊച്ചിക്കാരുടെ സ്വന്തം ട്രഡീഷണൽ ഫുഡായ ബറാത്ത് കറി. സോ നമ്മൾ ഈ ഡിഷ് ചൂസ് ചെയ്യാൻ കാരണം നമ്മളുടെ ഫസ്റ്റ് എപ്പിസോഡിൽ ഒരു വെറൈറ്റി ഡിഷ് വേണമെന്ന് ഞങ്ങൾക്ക് ആഗ്രഹമുണ്ടായിരുന്നു. അപ്പോൾ നമുക്ക് ബറാത്ത് കറി എങ്ങനെയാണ് പ്രിപ്പയർ ചെയ്യണമെന്ന് നോക്കാം. നമുക്ക് വേണ്ട ഇൻഗ്രീഡിയൻസ്: അരിപ്പൊടി 2 കപ്പ്, ഒരു തേങ്ങൻ്റെ പാലിൽ 1/4 പാല് 2 കപ്പ്, 2/2 പാല് 4 കപ്പ്, 1/4 പാല് നല്ല കട്ടിപ്പാലായിരിക്കണം, കാഷ്യൂ ആൻഡ് കിസ്മിസ് 2 ടേബിൾ സ്പൂൺ, കടലപ്പരിപ്പ് 1/2 കപ്പ്, പിന്നെ നമുക്ക് ഒരു ഏത്തപ്പഴം മീഡിയം സൈസ് സ്മോളായി കട്ട് ചെയ്തത്, 1 കപ്പ് പഞ്ചസാര, ആവശ്യത്തിന് ഏലക്കാപ്പൊടി. ഒരു പാൻ വെച്ചതിന് ശേഷം നമുക്ക് ആവശ്യമായ വെള്ളം 2 കപ്പ് അരിപ്പൊടിക്ക് 4 കപ്പ് വെള്ളം, അതാണ് മെഷർമെൻറ്റ്. അതിലേക്ക് ആവശ്യത്തിന് 2 ടീസ്പൂൺ വെളിച്ചെണ്ണയും ഉപ്പും ആഡ് ചെയ്ത് കൊടുക്കാം. വെള്ളം നല്ലതുപോലെ തിളച്ചതിന് ശേഷം നമ്മൾക്ക് അരിപ്പൊടി ആഡ് ചെയ്യാം. നല്ലതുപോലെ മിക്സ് ചെയ്ത് കൊടുക്കാം, നമ്മൾ അരിപ്പത്തിരിക്കൊക്കെ പൊടി വാട്ടുന്നത് പോലെ. ഇനി കുക്കറിലോട്ട് കടലപ്പരിപ്പും ആവശ്യത്തിന് വെള്ളവും ഉപ്പും ആഡ് ചെയ്ത് നമുക്കത് മീഡിയം ഫ്ലെയിമിൽ വെച്ച് വേവിക്കാൻ വെക്കാം. 2 വിസിൽ മതി. കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് നമുക്ക് ചെറു ചൂടോട് കൂടി തന്നെ പൊടി നന്നായിട്ട് കുഴച്ചെടുക്കാം. അതിനുശേഷം ഇതുപോലെ നീളത്തിൽ ഇങ്ങനെ ഉരുട്ടിയെടുക്കാം. ഉരുട്ടി വെച്ച പൊടി നമുക്ക് ഇതുപോലെ കൈകൊണ്ട് ചെറിയ ചെറിയ ബോൾസാക്കി എടുക്കാം. ചെറിയ ബോൾസാക്കി എടുക്കുന്നതാണ് ഏറ്റവും നല്ലത്. അതിനുശേഷം ഫ്ലെയിം കത്തിച്ച് നമുക്ക് 2/2 പാല് ഒഴിച്ചു കൊടുക്കാം. 2/2 പാല് ഒഴിച്ചതിന് ശേഷം നമുക്ക് ആവശ്യത്തിന് ഉപ്പ് ആഡ് ചെയ്ത് കൊടുക്കണം. പാല് തിളച്ച് വന്നതിന് ശേഷം നമുക്ക് നേരത്തെ ഉണ്ടാക്കി വെച്ചിരിക്കുന്ന റൈസ് ബോൾസ് കുറേശ്ശെയായിട്ട് നമുക്ക് ഇതിലോട്ട് ആഡ് ചെയ്ത് കൊടുക്കാം. റൈസ് ബോൾസ് ഉടയാതെ നമുക്ക് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം. ബോൾസ് നന്നായി വെന്ത് കുറുകി വന്നതിന് ശേഷം നമ്മൾ നേരത്തെ അരിഞ്ഞു വെച്ചിരിക്കുന്ന പഴവും അതുപോലെ പരിപ്പും ആഡ് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം നന്നായിട്ട് മിക്സ് ചെയ്യാം. മിക്സ് ചെയ്യുമ്പോൾ നമ്മൾ ബോൾസ് ഉടയാതെ വേണം മിക്സ് ചെയ്ത് കൊടുക്കാനായിട്ട്. അതിനുശേഷം നമുക്ക് 1/4 പാല് ആഡ് ചെയ്ത് കൊടുക്കാം. പാൽ ആഡ് ചെയ്തതിന് ശേഷം ചെറുതായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഫ്ലെയിം സ്ലിമ്മായിട്ട് ഇടണം. അതിനുശേഷം നമുക്ക് പഞ്ചസാര ആഡ് ചെയ്ത് കൊടുക്കാം. നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം. മിക്സ് ചെയ്തതിന് ശേഷം നമുക്ക് ആവശ്യമായ ഏലക്കാപ്പൊടിയും ഇതിലേക്ക് ആഡ് ചെയ്യാം. എന്നിട്ട് ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്യാം, റെസ്റ്റ് ചെയ്യാൻ വെക്കാം. താളിക്കാനായിട്ട് നമുക്ക് 2-3 ടീസ്പൂൺ നെയ്യ് ആഡ് ചെയ്ത് കൊടുക്കാം. അതിലേക്ക് കാഷ്യൂ നട്ടും കിസ്മിസും ആഡ് ചെയ്ത് നമുക്ക് ഇതിലോട്ട് താളിച്ച് ഒഴിക്കാവുന്നതാണ്. ചെറുതായിട്ടൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം ചെറിയ ചൂടോട് കൂടി തന്നെ നമ്മുടെ ഡിഷ് സെർവ് ചെയ്യാവുന്നതാണ്. എല്ലാവർക്കും ബറാത്ത് കറി ഇഷ്ടപ്പെട്ടു എന്ന് ഞാൻ വിശ്വസിക്കുന്നു. നമ്മളിത് വർഷത്തിൽ ഒരു തവണ മാത്രം പ്രിപ്പയർ ചെയ്യുന്ന ഒരു ഡിഷാണ്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യുക. എൻ്റെ വീഡിയോസ് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, ഒന്ന് സബ്സ്ക്രൈബും കൂടി ചെയ്തേക്കണം. ഇൻഷാ അല്ലാഹ് നെക്സ്റ്റ് ഒരു വീഡിയോയിൽ കാണുന്നത് വരേക്കും എല്ലാവർക്കും അസ്സലാമു അലൈക്കും.